നമുക്ക് നമ്മുടേതായ ഒരു ടൈമില്ല, നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല, നമുക്ക് നമ്മുടേതായ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഫ്രീഡം ഇല്ല, നമുക്കൊരു ഒന്നുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ അങ്ങനെ ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റും? 18 to 22 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളായിരിക്കും ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഹൗസ് ബിൽഡിങ് ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. സോ നിങ്ങൾ നല്ല ഫാമിലി നോക്കി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔപ്പയറായിട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം, ലൈക്ക് ഫാമിലി ചൂസ് ചെയ്യുമ്പോൾ നല്ല ഫാമിലി നോക്കി ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് എല്ലാം കഷ്ടപ്പാടല്ലേ, എന്താ FST വന്നാൽ ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും കഷ്ടപ്പാട് തന്നെയല്ലേ, ഹൗസ് ബിൽഡിങ്ങും കഷ്ടപ്പാടാണ്, FSTയും കഷ്ടപ്പാടാണ്, ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഫാമിലിയിലേക്ക് നമ്മളൊരു ഔപ്പയറായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു സംഭവമുണ്ട്. ആൻഡ് വീക്കിലി നമുക്ക് ഒരു ഡേ നമുക്ക് ഫ്രീ ആയിരിക്കണം. ആൻഡ് ഇഫ് ഒരു ഫാമിലി ഇതിനെപ്പറ്റി ഒന്നും ബോധേഡല്ലാതെ ഈ ഇത്രയും മണിക്കൂർ എന്നുള്ളത്, ഇപ്പോൾ ആഴ്ചയിൽ ഇത്രയും മണിക്കൂർ എന്നുള്ള ഒരു സംഭവം വിട്ട് നിങ്ങൾ ഇപ്പോൾ 6 മണി to 10 മണി, രാത്രി 10 മണി വരെ ഒരു ഫ്രീ ടൈം തരാതെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. അതിലേക്ക് നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സോ അവർ തന്നെ അത് പ്രൊവൈഡ് ചെയ്യണം. ജർമ്മൻ ക്ലാസ് ഇവർ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ നമുക്ക് തരേണ്ടതുണ്ട്. ആൻഡ് ഇവിടെ വന്നിട്ട് ചില ആൾക്കാർക്ക് ഇവർ ജർമ്മൻ ഫാമിലീസ് ക്ലാസ്സുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാലത്ത് 6 മണി to 10 o'clock വരെ വിത്തൗട്ട് എനി ബ്രേക്ക് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. ഈ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം ഇങ്ങനെ വെച്ചാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടല്ല വരുന്നത്. സോ ഇവിടെ വന്നിട്ട് കാലത്ത് 6 മണി to 10 മണി വരെ വിത്തൗട്ട് എനി ബ്രേക്ക് ആ കുട്ടീനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് നോർമൽ. മനസ്സിലായോ? എല്ലാ ജർമ്മൻ ഫാമിലി അടിപൊളിയല്ല, എല്ലാ ജർമ്മൻ ഫാമിലി നിങ്ങളുടെ അടുത്ത് നല്ല രീതിയിലല്ല പെരുമാറാം. സോ ചൂസ് വൈസ്ലി, അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒരു വീട്ടിൽ വന്നിട്ട് നമ്മൾ ഗസ്റ്റിനെ പോലെ താമസിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് എന്തായാലും അത് പറ്റില്ല. ഇവിടെ വന്നിട്ട് നമ്മൾ പറയുന്ന നമ്മുടെ റുട്ടീൻസ് കാര്യങ്ങൾ നമുക്ക് തരുന്ന ജോലികളെല്ലാം നമ്മൾ ചെയ്യണം. കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം, കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം, കുട്ടിയുടെ ഇതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇതിൽ കൂടുതൽ ഒരു ഔപ്പയർ എന്നുള്ള രീതിയിൽ കൂടുതൽ ലൈക്ക് വിത്തൗട്ട് എനി ബ്രേക്ക് ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടേതായ ഒരു ടൈമില്ല, നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല, നമുക്ക് നമ്മുടേതായ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഫ്രീഡം ഇല്ല, നമുക്കൊരു ഒന്നുമില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ അങ്ങനെ ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റും? അത് ഒരു വർഷം തൊട്ട് ഒരു ദിവസം പോലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അത് അനുഭവിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൂസ് വൈസ്ലി. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. നമ്മൾ മറ്റൊരു ഫാമിലിയുടെ കൂടെ നിൽക്കുന്നത്. സോ ആ ഫാമിലി എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ച് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ലൈഫ്.